തൃശൂർ 3 പീടികയിൽ ഹോട്ടലിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയ 2 പേർ പിടിയിലായത് ബീഹാർ സ്വദേശികളായ ഇല്യാസ് ഷെയ്ഖ്, പർവേഷ് മുഷറഫ് എന്നിവർ. തിരുവനന്തപുരം നെടുമങ്ങാട് 16-കാരിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിലായത് വെള്ളനാട് സ്വദേശി രാഹുൽ. ഓണത്തിന് ഒരു വട്ടിപ്പൂവ് പദ്ധതി ആരംഭിച്ച തൃശൂർ കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ. പദ്ധതിയുടെ ഭാഗമായി നട്ടത് 100 ചെണ്ടുമല്ലി തൈകൾ. തൈകളുടെ പരിപാലന ചുമതല വിദ്യാർത്ഥികൾക്ക്. മികച്ച തൈ പരിപാലകർക്ക് ഉപഹാരം ഏർപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത്. പത്തനംതിട്ട കാഴഞ്ചേരി തുമ്പമൺ റോഡ് യാത്രായോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമോദ്ധാരണ വായനശാല പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. തകർന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡ്. മലപ്പുറം മേൽമുറി മുട്ടിപ്പടിയിൽ KSRTC സ്വിഫ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് 3 മരണം. മരിച്ചത് മോങ്ങം തൃപ്പഞ്ചി സ്വദേശികളായ അഷ്റഫ്, ഭാര്യ സാജിദ, മകൾ ഫിദ എന്നിവർ. തിരുവനന്തപുരം നെടുമങ്ങാട് കാണാതായ ആളെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കുളപ്പട സ്വദേശി സുരേഷ്. സുരേഷിനെ വീട്ടിൽ നിന്നും കാണാതായത് ഇന്നലെ രാത്രി. അന്വേഷണം ആരംഭിച്ചു പോലീസ്. ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുത ലൈനിലേക്ക് മരം കടപുഴകി വീണു. വീട്ടുപറമ്പിൽ നിന്നിരുന്ന മരമാണ് കടപുഴകി വീണത്. ഉടൻ അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ തടവുകാരനിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടി. എറണാകുളം സ്വദേശി അനീഷിന്റെ കയ്യിൽ നിന്നാണ് ഫോൺ കണ്ടെത്തിയത്. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. പ്രദേശവാസിയായ സുബ്രഹ്മണ്യനാണ് പരിക്കേറ്റത്. കബാലിയാണ് ആക്രമിച്ചതെന്ന് നാട്ടുകാർ. ആലപ്പുഴ കൈതവര ജംഗ്ഷനിൽ കാർ ബൈക്കിലിടിച്ച യുവാവ് മരിച്ചു. വണ്ടാനം കിഴക്ക് ചാലടി സ്വദേശി അനന്തുവാണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടം. കൊല്ലം ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ വായന പക്ഷാചരണത്തിന് തുടക്കമായി. വളരാം നമുക്ക് വായനയിലൂടെ എന്ന പേരിൽ ജൂലൈ 7 വരെയാണ് പരിപാടി. ജില്ലാ പഞ്ചായത്ത് അംഗം P. ശ്യാമള ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ശൂരനാട് പഞ്ചായത്തിൽ ഫാമിലി വെൽഫെയർ സെന്റർ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. 1.5 കോടി മുടക്കിലാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. 55 ലക്ഷം ചെലവഴിച്ചാണ് പാതിരിക്കല്ലിലെ കെട്ടിട നിർമ്മാണം. കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ കടിച്ച തെരുവ് നായ്ക്ക് വിഷബാധ സ്ഥിരീകരിച്ചു. മെൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന 6 വിദ്യാർത്ഥികൾക്ക് കടിയേറ്റത് കഴിഞ്ഞ ദിവസം. കടിയേറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. കോട്ടയം മെഡിക്കൽ കോളേജിൽ അലഞ്ഞു തിരിഞ്ഞ തെരുവ് നായ്ക്കൾ. 6 വിദ്യാർത്ഥികൾക്ക് കടിയേറ്റിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. കണ്ണൂർ പഴശ്ശിയിൽ വീടുകൾ കയറി മോഷണം നടത്തിയ യുവാവ് അറസ്റ്റിൽ. വടകര സ്വദേശി പ്രവീണാണ് മട്ടന്നൂർ പോലീസിന്റെ പിടിയിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നിടത്താണ് മോഷണം നടത്തിയത്. കാസർഗോഡ് പീലിക്കോട് ബസും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. ക്ലോയിക്കോട് സ്വദേശി KC സഞ്ജിത്താണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എഞ്ചിനിലെ സാങ്കേതിക തകരാർ മൂലം അടിയന്തരമായി ഹൈദരാബാദിലിറക്കി ക്വാലാലംപൂരിലേക്ക് പോവുകയായിരുന്ന മലേഷ്യൻ എയർലൈൻസ് വിമാനം. എഞ്ചിനിൽ നിന്ന് തീപ്പൊരി ഉയർന്നത് യാത്രക്കാരെ പരിഭ്രാന്തരാക്കി. ഒഡീഷയിൽ കെട്ടിട സമുച്ചയത്തിൽ തീപിടുത്തം. താമസക്കാരെ ഒഴിപ്പിച്ച് ഫയർഫോഴ്സ്. തീയണക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. തൃശൂർ കുന്നംകുളത്ത് ബൈക്കും മിനിലോറിയും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. കാണിപ്പയ്യൂർ സ്വദേശി അമൽനാഥിനാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് ജീപ്പ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി പോലീസുകാർക്ക് പരിക്ക്. SI ശിവദാസനും വാഹനം ഓടിച്ച CPO ഷമീറിനുമാണ് പരിക്കേറ്റത്. ശ്രീകൃഷ്ണപുരം സ്റ്റേഷനിലെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കാനഡ. ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ നിന്നും പൌരന്മാർ മടങ്ങിയെത്തണമെന്നും കാനഡ ആവശ്യപ്പെട്ടു.